ഇപ്പൊ റെയിൻഡിയേഴ്സ് ഇത് കഴിച്ചിട്ട് മൂത്രം ഒഴിക്കും. ഓക്കെ. എന്നിട്ട് അത് പിറകെ നടക്കും റെയിൻഡിയേഴ്സിന്റെ ആ മൂത്രം കിട്ടാൻ. എന്നിട്ട് ആ മൂത്രം കുടിച്ച ഫുൾ ട്രിപ്പാണ്. വാണ്ടിങ് സംതിങ് ഇസ് ഈഗോ, വാണ്ടിങ് പീസ് ഇസ് ഓൾസോ ഈഗോ. ഐ വോണ്ട് പീസ്. ഡീപ് ഷിറ്റ് ബ്രോ. ബ്ലൂ ലില്ലി പെറ്റൽസ് എല്ലാ സെറിമോണിയൽസിലും ഉണ്ട്. പിന്നെ നമ്മൾ റീസെന്റ് സ്റ്റഡിയിലാണ് കണ്ടുപിടിച്ചത് ബ്ലൂ ലില്ലി പെറ്റൽസ് ആക്ട് ആസ് എ ഹാലോസിൻ. So should drugs be legalized? Welcome back to the podcast, guys. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ഡ്രഗ്സ്, ഇറ്റ്സ് അബൌട്ട് സ്പിരിച്വാലിറ്റി ആൻഡ് ഇറ്റ്സ് അബൌട്ട് ഈഗോ. അവിടെ ഫസ്റ്റ് ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഡ്രഗ്സും സ്പിരിച്വാലിറ്റിയും പണ്ട് തൊട്ടേ കണക്റ്റഡ് ആയിരുന്നു. എപ്പോഴും ഒരു രണ്ടു തമ്മിലും ബന്ധമുള്ള പോലെ നമ്മളെ ഇൻ ഹാൻഡ് ഇൻ ഹാൻഡ്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് അത് ഏത് സ്റ്റേജിലാണ്? ഇന്നത്തെ കാലത്ത് ഏത് സ്റ്റേജിലാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവരും മഷ്റൂം അടിക്കാൻ കൊണ്ടേക്കാനും പോവാ. എന്ത് സ്പിരിച്വൽ ഡിവൈൻ എക്സ്പീരിയൻസ് കിട്ടുന്നതോ അതിൻ്റെ എല്ലാ റെഫറൻസ് വി ക്യാൻ ഡേറ്റ് ബാക്ക് ടു ശിവമൂലി. അതിനെക്കുറിച്ച് വാട്ട് ഡു യു തിങ്ക്? ശിവൻ ശരിക്കും കഞ്ചാവായിരുന്നു, അതിനെക്കുറിച്ചുള്ള റെഫറൻസസ് വല്ലതും നിനക്കറിയാം? ഞാനും കുറെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ശിവൻ ഇങ്ങനെ കഞ്ചാവ് അടിച്ചിരിക്കുന്നതും ഭയങ്കര ലൈക്ക് ഹിപ്പീസ് അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നു വെച്ചാൽ ഡിവൈൻ സ്പിരിച്വൽ സംഭവങ്ങളും ഭയങ്കര കണക്റ്റഡ് ആണ്. അതും ഡ്രഗ്സ് ആയിട്ട് ഭയങ്കര റെഫറൻസ് ഉണ്ട്. ബിക്കോസ് ഐ വുഡ് ബിലീവ് ഇതൊരു എക്സ്റ്റസിക്, അങ്ങനെ വെച്ചാൽ നമ്മൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഒരു വേറൊരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എത്തുമല്ലോ. ആ ഫീലിങ്ങും നമുക്ക് അൺനോൺ അല്ലെങ്കിൽ ദൈവം എന്ന കോൺസെപ്റ്റും കൂടെ ഒരു ചെറിയൊരു മിക്സ് ഉണ്ട്, ഒരു ചെറിയൊരു കണക്ഷൻ ഉള്ള പോലെ തോന്നും. പക്ഷെ ശിവന്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും പാർവതീൻ്റെ കൈ ചോദിക്കാൻ പോകുമ്പോൾ ശിവൻ നർക്കോട്ടിക്സ് യൂസ് ചെയ്തു. ശിവൻ ഭയങ്കര അൺഡ്രസ്ഡ് ആയിട്ടും ഭയങ്കര ലൈക്ക് നോൺ ഗ്രൂമിങ് രീതിയിലാണ് പോയത്. അത് അപ്പോൾ ഈ ദേവന്മാര് വന്നിട്ട് ദേവന്മാരാണ് പറഞ്ഞത്, നീ ഇങ്ങനെയൊന്നും പോവല്ല്, പാർവതീൻ്റെ കൈ ചോദിക്കാൻ പോവല്ലേ എന്നും പറഞ്ഞു. ആൻഡ് ദാറ്റ് സിഗ്നിഫൈസ് ദാറ്റ് ഹീ ഡസൻ കെയർ. അവനിങ്ങനെ ചീത്ത നല്ല, ഐ മീൻ ശിവനിങ്ങനെ ചീത്തത് നല്ലത്, ആകാശം താഴെ, അങ്ങനെ ഡുവാലിറ്റീസ് ഇല്ല എന്നൊരു സംഭവം പൊട്രേ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു സീൻ വെച്ചത്. പക്ഷെ നർക്കോട്ടിക്സ് യൂസ് ചെയ്യൂല്ലെന്ന് ചോദിച്ചാൽ ഓക്കെ. എടാ, നീ നേരത്തെ പറഞ്ഞതിൻ്റെ കണക്ക് ഒരു എക്സ്റ്റസിക് ഫീലിംഗ് ഓഫ് അൺനോൺ വരും എന്ന് പറഞ്ഞില്ലേ? അതിനെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ചിലപ്പം, സംതിങ് ഡിവൈൻ ഓർ സംതിങ് ബിയോണ്ട് അവർ 3-dimensional എക്സ്പീരിയൻസസ്. ഇപ്പം ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, ഇപ്പം DMT എന്ന് പറഞ്ഞ ഡ്രഗ് ഉണ്ടല്ലോ, DMT അടിച്ച മറ്റേ ഗാസ്പറിന് വേണ്ടിയൊരു പടമുണ്ട്, എൻ്റർ ദ വോയിഡ്. ആ സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, DMT അടിച്ചൊരു മനുഷ്യൻ്റെ ട്രിപ്പ്. ആ എൻ്റർ ദ വോയിഡിനകത്ത് പുള്ളി ആസ് എ ഡയറക്ടർ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ യു എക്സ്പീരിയൻസ് തന്നെ അതർ വേൾഡ് എന്നാണ്. DMT അതേപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പോത്തില്ലേ, വെള്ളത്തിൻ്റെ അടിയിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നവർക്ക് ജസ്റ്റ് അവരുടെ ലൈഫ് എല്ലാം ജസ്റ്റ് മുന്നിലൊന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാവുമെന്ന് പറയാം. അതും DMT ആണ്. കാരണം നമ്മുടെ ബ്രെയിൻ നമ്മൾ മരിക്കുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് DMT. അതേപോലത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കാം. മൈ ബി മിസ്അണ്ടർസ്റ്റുഡ് അറ്റ് സംതിങ് ഡിവൈൻ. നമുക്ക് അറിയത്തില്ല, അതാണ് സംഭവം. വി ഡോണ്ട് നോ വാട്ട് ഇസ് ഗോഡ്, വി ഡോണ്ട് നോ വാട്ട് ഇസ് റിയൽ ഡിവൈനിറ്റി, സ്പിരിച്വാലിറ്റി ഒക്കെ. പക്ഷെ ഞാൻ കേട്ടെടുത്തോളം റിയൽ അഘോരീസും സദ്ദൂസും ഒക്കെ അത് ഭയങ്കരമായിട്ടൊന്നും ഉപയോഗിക്കുന്ന ആൾക്കാരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ, do you believe there is something which is superior than the mind and the body? മൈൻഡും ബോഡിയും അല്ലാതെ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ആ സംഭവത്തിനെ നമുക്ക് ഡ്രഗ്സ് കൊണ്ട് അഫക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ, സ്പിരിച്വാലിറ്റി എന്ന സംഭവം നമുക്ക് ഡ്രഗ്സ് ഒന്നും ഇല്ലാതെ ഹയർ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് എത്താൻ പറ്റുമോ? മേ ബി നോട്ട്. ഇപ്പം നീ ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, മറ്റേ ഡോക്ടർ ജോസഫ് മർഫിയുടെ മറ്റേ ബുക്കിനകത്ത് പറയുന്നില്ലേ ഒരു സുപ്രീം ഇൻ്റലിജൻസ് എന്ന്. ലൈക്ക് നേച്ചറിനെ പുള്ളി അത് അവിടെ കോട്ട് ചെയ്യുന്ന ഒരു സുപ്രീം ഇൻ്റലിജൻസ് ആയിട്ടാണ്. നമ്മുടെ മൈൻഡും സുപ്രീം ഇൻ്റലിജൻസുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ എത്രത്തോളം നമുക്ക് അതിൽ നിന്നുള്ള എനർജി സക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മുടെ ആ കണക്റ്റഡ്നെസ്, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു. ബട്ട് റാദർ ദാൻ ദാറ്റ് എനിക്ക് തോന്നുന്നില്ല അതിനെക്കാട്ടി വലിയായിട്ട് എനർജി. ബട്ട് സംതിങ് ദർ ഇസ് ബിയോണ്ട്. പക്ഷേ ഡ്രഗ്സ് ഹാവ് ഓൾവേസ് ബിൻ, എടാ റിലീജിയനും ഡ്രഗ്സും ഭയങ്കര കണക്റ്റഡ് ആണ്. എസ്പെഷ്യലി ഇൻ ഹിന്ദുയിസം അല്ലേ? ഹിന്ദുയിസത്തിലും എടാ നിനക്ക് സാന്റാക്ലോസിന്റെ കഥ അറിയാവോ? ഇല്ല. സാന്റാക്ലോസ് ഉണ്ടായ തിയറി എങ്ങനെയാന്ന് വെച്ചാൽ, തണുത്ത രാജ്യം ഏതോ ലാപ്ലാൻഡ്, ഐ ബിലീവ് ലാപ്ലാൻഡ്, അങ്ങനെ ഏതോ ഒരു തണുത്ത രാജ്യത്ത് ഷാമൻസ് ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്, ഈ മറ്റേ റിച്വൽസ് ഒക്കെ പെർഫോം ചെയ്യണം. ഈ ഷാമൻസ് മഷ്റൂം ഉണ്ടല്ലോ, മഷ്റൂമിന്റെ കളർ എന്താ?
റെഡും വൈറ്റും. അപ്പൊ ആ മഷ്റൂംസ് അവർക്ക് ഡയറക്റ്റ് കഴിച്ചാൽ കിക്കാവൂല. അപ്പൊ അവര് എടുത്ത് റെയിൻഡിയേഴ്സ് എന്ന് പറഞ്ഞ സംഭവം അറിയാമല്ലോ, റെയിൻഡിയേഴ്സിന് കഴിക്കാൻ കൊടുക്കും. അപ്പൊ റെയിൻഡിയേഴ്സ് ഇത് കഴിച്ചിട്ട് മൂത്രം ഒഴിക്കും. എന്നിട്ട് അത് പിറകെ നടക്കും റെയിൻഡിയേഴ്സിന്റെ ആ മൂത്രം കിട്ടാൻ വേണ്ടി. എന്നിട്ട് ആ മൂത്രം കുടിച്ചാൽ ഫുൾ ട്രിപ്പാണ്, പറന്ന് നടക്കും. അപ്പൊ ഈ ഷേമൻസ് ആണ് മറ്റേ ഭയങ്കര താടി അങ്ങനത്തെ സംഭവമൊക്കെ ഉള്ളത്. എന്നിട്ട് ഈ ഷേമൻസ് റെയിൻഡിയേഴ്സ് പറക്കുന്നത് മനസ്സിലായി. ആ ഒരു സംഭവമാണ്, ആ ഒരു സ്റ്റോറിയാണ് ഇങ്ങനെ ഇവോൾവ് ആയി സാന്റാക്ലോസ് എന്ന കോൺസെപ്റ്റ് വരുന്നത്. ഇതൊക്കെ ഒരു വൈൽഡ് കോൺസെപ്റ്റ് ആയിട്ട് പറയാം. എടാ ഇതൊരു ലെജിറ്റിമേറ്റ് കോൺസെപ്റ്റ് ആണ്, എനിക്ക് മനസ്സിലായി. പക്ഷേ there is nothing divine or ആ ഒരു സുപ്രീം ലെവൽ ഓഫ് ഇന്റലിജൻസിലോട്ടൊന്നും മറ്റന്മാരടിച്ച് തിരിപ്പടിച്ചിട്ട്. എടാ അങ്ങനെയാണെങ്കിൽ സോമ എന്നൊരു സംഭവം, സോമ ഇൻടേക്ക് ലൈക്ക് വേദത്തിൽ റെഫറൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സോമ എന്നൊരു ലൈക്ക് ഒരു സംഭവം ഇൻടേക്ക് ചെയ്തിട്ടാണ് പയ്യന്മാര് ഇതൊക്കെ എഴുതിയെന്ന്, ഋഗ്വേദ നീ കേട്ടില്ലേ സോമ എന്ന സംഭവം. അപ്പൊ ഈ സോമ എന്ന സംഭവം പൊട്ടൻഷ്യലി എന്തേലും സിലോസൈബൻ അല്ലെങ്കിൽ എന്തേലും ഇന്ത്യയിൽ കണ്ടെത്തുന്ന ആ സമയത്ത് ഡ്രഗ് ആയിരിക്കാനാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അതേപോലെടാ ഞാനൊരു ഏതൊരു ഡോക്യുമെന്ററി കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈ there is wild connection between Hinduism and the Greek philosophy, Greek ancient സംഭവങ്ങൾ. ഏതൊക്കെയോ രീതിയിൽ എന്തൊക്കെയോ കണക്റ്റഡ്നെസ് ഉണ്ട് അതിനകത്ത്. ഒരേ ഒരു പ്രൂവ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചേട്ടനൊക്കെ അതിനെ കുറിച്ച് എന്തോ ബുക്കൊന്നും എഴുതുവാണ്, ശരിക്കും എഴുതിക്കൊണ്ടിരിക്കുക പുള്ളിക്കാരൻ. അച്ഛൻ സൈ പൊട്ടി തിരിഞ്ഞിരുന്നു പുള്ളിക്കാരൻ. അന്ന് എൻ്റെ അടുത്ത് എന്തോ ഒരു സംഭവം പറഞ്ഞിരുന്നത്, അവരുടെ പണ്ടത്തെ സെറിമോണിയൽസിനെല്ലാം ബ്ലൂ ലില്ലി പെറ്റൽസ് കിട്ടും. ബ്ലൂ ലില്ലി പെറ്റൽസ് എല്ലാ സെറിമോണിയൽസിനും ഉണ്ട്. പിന്നെ നമ്മൾ റീസെന്റ് സ്റ്റഡിയിലാണ് കണ്ടുപിടിച്ചത് ബ്ലൂ ലില്ലി പെറ്റൽസ് ആക്ട്സ് ആസ് എ ഹാലോസിജൻ. ശരിക്കും അതെ, ബ്ലൂ ലില്ലി പെറ്റൽസ് എനിക്ക് അവന്മാര് സ്മോക്ക് ചെയ്യുമായിരുന്നു. അത് ഉണക്കിയിട്ട് ഡ്രൈഡ് ആണ്, അതായിരുന്നു വെച്ചാൽ. അപ്പൊ ഇറ്റ് ആക്ട്സ് ആസ് എ റിയലി ഗുഡ് ഹാലൂസിജൻ. ആ ഇപ്പൊ മരിക്കുന്നതിന് മുന്നേ ഉള്ള ട്രിപ്പിനെ ഇച്ചിരി കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത് പറയണത് അവരുടെ. അതും നമ്മുടെ ഹിന്ദു കൾച്ചറിനകത്തും എന്തൊക്കെയോ ബ്ലൂ ലില്ലി പെറ്റൽസ് വലിക്കുന്നതിനെ കുറിച്ചൊക്കെ എന്തൊക്കെയുണ്ട്. എടാ പണ്ടത്തെ ഏൻഷ്യൻ ട്രാവലേഴ്സ് നിനക്ക് അറിയാലോ. എടാ അവര് ചൈനയിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാതെ പാഹിങ്ങോ പുള്ളിക്കാർ അവിടെ നിന്ന് ചൈനയിൽ നിന്ന് കേരളം വരെ എത്തിയടാ. അഭിലാഷ് എന്താടാ അത്? അതെ, ഒരു ഗൂഗിൾ മാപ്പില്ല, ഒന്നുമില്ല. അന്നത്തെ കാലത്ത് അറിയാമല്ലോ, എല്ലാം വേറെ വേറെ എംപയേഴ്സ് ആണ്, ഗവൺമെന്റ് ഇല്ല, ട്രാൻസ്പോർട്ട് ഇല്ല. ചോദിച്ച് ലിറ്ററലി. നീ അയാവാസ്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ആഫ്രിക്കയിലുള്ളതല്ലോ. ഇപ്പം ജോറോഗന്റെ പോഡ്കാസ്റ്റ് ഒക്കെ കാണുന്നവർക്ക് അറിയാലോ ഒരുപാട്. ആരെയായിരുന്നു ഇതൊക്കെ ഫേമസ് മച്ചന്മാരുണ്ടല്ലോ. പുള്ളിക്കാരൻ വന്ന് അയവാസ്ക അടിച്ചിട്ടാ പുള്ളിയുടെ ലൈഫ് ശരിയെന്നല്ലേ. What do you consider as a spiritual experience? What do I consider as a What is spirituality? Oh dude, self awareness അല്ലേ? ആണോ? Being aware of yourself to the highest extent. അതിന് മലയാളത്തിൽ നീ ഒന്ന് പറഞ്ഞു വിടറാ. Being aware of yourself to the highest extent. അതാണോ ശരിക്കും സ്പിരിച്വാലിറ്റി? Yeah, being aware അതാണ്. Or being connected with something that's way beyond our. ഈ being aware എന്ന കോൺസെപ്റ്റ് ആൾക്കാർ മറ്റേ ഡൈല്യൂട്ട് ചെയ്ത് വേറെ വേറെ രീതിയിൽ എടുക്കും, മനസ്സിലായി? പക്ഷെ അത് ഇച്ചിരി ഡീപ് സെൻസിൽ ചിന്തിക്കേണ്ട സാധനമാണ്. നീ ഒന്നുകൂടെ പറഞ്ഞേ. എടാ സ്പിരിച്വാലിറ്റി ഈസ് ജസ്റ്റ് ബീയിങ് അവെയർ ഓഫ് യുവർ സ്പിരിറ്റ്, ഓഫ് യുവർ സെൽഫ്. മനസ്സിലായി? ട്രൂലി അവെയർ ഓഫ് യുവർ സെൽഫ്, മനസ്സിലായി? ആൻഡ് ഈ സ്പിരിച്വാലിറ്റി ഡിഫറെന്റ് പീപ്പിൾ ഡിഫറെന്റ് ലെവൽസിലായിരിക്കും. അപ്പം there comes a question that we are not the body we are. I mean, we don't know the reality of our existences. Fuck. We don't know the reality of our existences. നാലരയ്ക്ക് എണ്ണീൻ്റെ ഒന്ന് മലയൊക്കെ ബ്യൂട്ടിഫുൾ സൺറൈസ്. എടാ അത് ലെറ്റ്സ് പുട്ട് ഇറ്റ് ദാറ്റ് വേ. വി ഡോണ്ട് നോ സംതിങ് ആൻഡ് ദർ ഇസ് സംതിങ് ദാറ്റ്സ് വേ ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഇല്ലെങ്കിൽ ഒരിക്കലും 10-50 വർഷം മുനികളും മഹർഷികളും തപസ്സിരുന്ന് they seek something that they never try to explain. That is spirituality to me. ഞാൻ ആലോചിച്ചു, they try to seek something for literally 50, 60, 70 years and they never explain it to anybody. Is that being is that self awareness?
or is that something beyond self awareness? എടാ ലൈക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസിക്കലി കൺസിഡർ ചെയ്യുന്ന ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഒന്നാമത്തെ കാര്യം ഡ്രഗ്സ് ഉപയോഗിച്ച് ഈ മഷ്റൂം അടിക്കുന്നത്, ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നത്, സത്യം പറഞ്ഞാൽ എന്തോ വല്ലതും ട്രൈ ചെയ്ത് നോക്കണം. ലീഗലി ഉള്ളി കാനഡ വല്ലതും പോണ്ടി വരും. അപ്പോൾ ഈ DMT, അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളുടെ കൺസംഷൻ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ആയിട്ട് കണക്റ്റഡ് ആവും. പിന്നെ നമ്മുടെ ക്ലാസിക് മെഡിറ്റേഷൻ ചെയ്തും സ്റ്റാർവേഷൻ ചെയ്തും ഹയർ ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് അറ്റൈൻ ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ക്ലാസിക്കലി ഉള്ള മെത്തേഡ്സ്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസത്തിൽ എന്ന് വെച്ചാൽ എടാ ഞാനിപ്പോൾ ഫൈറ്റിംഗ് തന്നെ എടുത്തെന്ന് വെച്ചോടാ. ഇപ്പോൾ ഫൈറ്റിംഗ് എടുത്തപ്പോൾ ഞാൻ റിങ്ങിൻ്റെ കയറുന്ന മുന്നേ എനിക്ക് ആദ്യത്തെ മാച്ച് തോറ്റ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ മറ്റേ എടാ നീ ജയിച്ചേ പറ്റൂ അത് ഗേൾഫ്രണ്ട് വന്ന് എന്നിട്ട് എടാ ഞാൻ ഇവിടെ നിന്ന് വന്ന് ജയിക്കണേ ഇങ്ങനെ എടാ ചെസ് കളിക്കണമല്ലോ, ബോക്സിംഗ് വെച്ചാൽ അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് ഐ വാസ് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. നീ ഒരു ട്രാൻസിലെത്തും ആ സമയത്ത്. നോയ്സസ് എന്നുവെച്ചാൽ ഒരു മുഖത്തൊരു ഇടിയൊക്കെ കിട്ടുമ്പോൾ ആൻഡ് ബ്ലഡൊക്കെ വരുമ്പോഴത്തേക്കും നീ ഒരു എന്നുവെച്ചാൽ സറൗണ്ടിങ്സ് ഒക്കെ മായും, പതുക്കെ സൗണ്ടൊക്കെ കുറയാൻ തുടങ്ങും, നേരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ഇത്തിരി സാധനങ്ങളൊക്കെ സ്ലോ ആവാൻ തുടങ്ങും ഒരു ഇടിയൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ നീ യു ബിക്കം അവെയർ ദാറ്റ് നിൻ്റെ അകത്ത് ഇങ്ങനത്തെ പേടിയുണ്ട്, നിൻ്റെ അകത്ത് ഇങ്ങനത്തെ ലൈക്ക് ഇതിനെ മാസ്ക് ചെയ്യാൻ. നീ റിങ്ങിൽ കയറുന്നതിന് മുമ്പ് വാട്ട് വാസ് യുവർ ഫീലിംഗ്? കാരണം ദാറ്റ്സ് എ പ്രിറ്റി ബോൾസി തിങ്. എടാ ദിസ് ഗായ് എൻ്റെ ഒരു പ്രോ ഉണ്ട്, അവൻ വന്നിട്ട് അടുത്ത് വന്നിട്ട് എടാ വണ്ണടിയടാ, എടാ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിക്കണം, എടാ അങ്ങനെ അടിച്ച് ഇങ്ങനെ അടിക്കണം. ആൻഡ് ഗേൾ ഫ്രണ്ട് എടാ ഫോട്ടോന് പോസ്റ്റ് ചെയ്യടാന്ന് പൂക്കിയായി അടിക്കണം ഇതിനിടയിൽ. ഞാൻ ഇങ്ങനെ മറ്റേ മൗത്ത് ഗാർഡൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ ഒപ്പോണൻറ്റിനെ അവിടെ 3-4 പേര് വന്ന് മറ്റേ ബാക്ക് മസാജും അങ്ങനത്തെ പരിപാടിയൊക്കെ കൊടുക്കണം. ഞാൻ അപ്പം എൻ്റെ ഞാൻ വേറെ എല്ലാം കട്ടൗട്ട് ചെയ്ത്, വേറെ ഒന്നും അവൻ്റെ കണ്ണിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ വെച്ചാൽ ആര് പോയിച്ചാലും ഒന്നും മിണ്ടിയില്ല, ഞാൻ ഇങ്ങനെ അവൻ്റെ കണ്ണിൽ മാത്രം നോക്കിക്കൊണ്ടിരുന്നു. അവൻ നോക്കും എന്നെ ഇടയ്ക്ക്, പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ആവും, പിന്നെ നോക്കും. അപ്പം എനിക്ക് മനസ്സിലായി. ആ പിന്നെ എടാ അതേപോലെ അങ്ങനത്തെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴാ നമ്മളന്ന് വർക്കല വരെ ഓടിയില്ലേ. അതൊരു 20 കിലോമീറ്റേഴ്സ് ഒക്കെ കഴിഞ്ഞൊരു 30 to 35 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ മറ്റേ എനിക്ക് തോന്നുന്നു സ്നാക്ക് ബ്രേക്ക് എടുത്തിട്ട് ഓടിയ. അപ്പം ഞാനൊരു എന്തോ ഒരു സാധനം ചെവി കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഐ ഗോട്ട് ഡൈൽഡ് ഇൻ. ലൈക്ക് എൻ്റെ കോൺഷ്യസ്നെസ്സും തോട്ട്സും എനർജിയും സ്വെറ്റും എല്ലാം ഒരു അരമണിക്കൂറത്തേക്ക് ഐ വാസ് നോട്ട് അവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. ഐ വാസ് ഓൺലി ഡൂയിങ് വൺ തിങ് ആൻഡ് ഐ വാസ് ഡൂയിങ് ഇറ്റ് കംപ്ലീറ്റ്ലി. സോണി കയറി അതാ സോൺ പട്ടി സോണ്ടിണ്ടായിരുന്നു. ഞാൻ ഒന്നും എനിക്കറിയാം, വണ്ടി പോകുന്ന പോലെ ശ്രദ്ധിക്കുന്നില്ല. സൈഡിൽ കൂടെ ഓടുന്നു 1/4 മണിക്കൂർ ഓടുന്നു 10 കിലോമീറ്റർ ഓടുന്നു 20 കിലോമീറ്റർ ഓടുന്നു. പിന്നെ എനിക്ക് റിയൽ പെയിൻ ഫീൽ ചെയ്ത് നമ്മളൊരു തരത്തിൽ ഇരുന്നിട്ട് എണ്ണീറ്റപ്പോഴാ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ടൊന്ന് എണ്ണീറ്റപ്പോ പിന്നെ മൂവിലാ ഓടിയ. ഫിസിക്കൽ തളർച്ച, ഫിസിക്കലിൽ കുറെ നല്ല ഡെഡായി ആ ഒരു ലെവൽ ഓഫ് ഇതും നമ്മുടെ ഭയങ്കര ഡോപ്പമീനും ഭയങ്കര സംഭവങ്ങളൊക്കെ സെക്രീറ്റ് ചെയ്യും അല്ലേ. പിന്നെ ഉറപ്പായിട്ടും. എടാ നീ പറഞ്ഞല്ലോ ഒരു ഫ്ലോയിൽ കയറി, യു ഡൈൽഡ് ഇൻ. ഇസ് ദാറ്റ് സംതിങ്, ഇസ് ദാറ്റ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്? എടാ വൺ തിങ് ഇസ് ദാറ്റ് if we consider spirituality as being self-aware, അപ്പോൾ ഞാൻ അവിടെ റിംഗ് സൈഡ് ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ ഐ വാസ് കംപ്ലീറ്റ്ലി, ഞാൻ വേറെ ഒരു തോട്ട്സും ഇല്ലായിരുന്നടാ മൈൻഡിൽ. അതൊരു ട്രാൻസ്. കറക്റ്റ് പറഞ്ഞുതരാം. ഈ തീൻ്റെ മണ്ടയിലൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, തീൻ്റെ മണ്ടയിലൊക്കെ വെച്ചാൽ നമ്മൾ റാഷണലി ആലോചിച്ച് ചോദിക്കുക, തീൻ്റെ മണ്ടയിലൊക്കെ നടന്നിട്ട് എങ്ങനെയാടാ വെച്ചാൽ പെയിൻ റിസപ്റ്റേഴ്സ് പക്ഷെ ആൾക്കാർ തീൻ്റെ മണ്ടയിൽ കൂടെ നടക്കുന്നു, വായിക്കാത്തൂടെ മറ്റേ സംഭവം കയറ്റുന്നു, അതൊക്കെ ഒരു ട്രാൻസ് ആവുക. അതേപോലൊരു ട്രാൻസിൽ കയറും, മനസ്സിലായോ? അപ്പോൾ ആ ഒരു ട്രാൻസ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അകത്തൊരു വലിയ, എൻ്റെ അകത്ത് മാത്രമല്ല നമ്മളെല്ലാവരുടെ അകത്തും ഒരു വലിയൊരു പേടിത്തൂറിയുണ്ട്. എടാ ലൈക്ക് എല്ലാവരുടെ അടുത്തും, അതിപ്പോൾ മൈക്ക് ടൈസൻ്റെ അടുത്തായിരുന്നാലും അതിപ്പോൾ ടോണി ഫെർഗസൻ്റെ അടുത്തായിരുന്നാലും ഏതാളുടെ അടുത്തായാലും ഒരു വലിയൊരു പുസിയുണ്ട്. പക്ഷേ it's about how you hide it, it's about how you control it. You cannot, there is this fear എന്നൊരു സംഭവം
ആൻഡ് വിത്തൗട്ട് ഫിയർ ദർ ഇസ് നോ ബ്രീവർ. അത് കോൾഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ? എന്താടാ കോൾഡ് അപ്രോച്ച് ചെയ്യുമ്പോഴും നീ ഏത് ഫീമെയിൽസിനെ കോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ലൈക്ക് നമ്മുടെ ബോൾസ് ചുരുങ്ങി പോടാ. നമ്മളിങ്ങനെ കോൾഡ് ചെയ്യണോ വേണ്ട ബോഡി ഫ്രീ അത് അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അയ്യോ എടാ, നിനക്ക് ക്രിസ്ത്യാനിറ്റിയിലെ വേറൊരു റെഫറൻസ് ഉണ്ടോടാ ഡ്രഗ്സിനെ കുറിച്ച്? ഈ പള്ളിയിലൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പുക, ഒരു സാധനത്തിൽ പുകയിട്ട് കുമിഞ്ചാനോ ഇവിടെ കുമിഞ്ചാനില്ലേ? ആദ്യം അത് ഡ്രഗ്സ് ഇങ്ങനെ പുകച്ചിട്ട് ആൾക്കാർ മറ്റേ മണക്കും. ഈ പുകയുണ്ടല്ലോ, ഈ പുക ആൾക്കാർ ഇൻടേക്ക് ചെയ്യും, സയ്യാകും ആൾക്കാർ. ഈ പോപ്പുലേഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണോ? ഡ്രഗ്സ് ലീഗലൈസ് ചെയ്യണോ? ഡ്രഗ്സ് ലീഗലൈസ് ചെയ്യണോ? ലീഗലൈസേഷൻ ഓഫ് ഡ്രഗ്സ്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഫസ്റ്റ് കഞ്ചാവ് ഇന്ത്യയിൽ ലീഗലൈസ് ആണെങ്കിലും വലിയ പിള്ളേരെല്ലാം വലിക്കുന്നുണ്ട്, അത് കാര്യമൊന്നുമില്ല. ലീഗലൈസ് ആവാണ്. ഓഷോ അതാടാ പറഞ്ഞത്. ഓഷോ പറഞ്ഞ് ലീഗൽ ലൈക്ക് ഇഫ് യു പ്രൊഹിബിറ്റ് സംതിങ് യു ഓൺലി പുഷ് ഇറ്റ് ഫർദർ. നീ ഒരു സംഭവം ഇപ്പൊ കഞ്ചാവ് ഇപ്പൊ നീ പ്രൊഹിബിറ്റ് ചെയ്ത ആൾക്കാർ മറ്റേ വൃത്തികെട്ട കഞ്ചാവും മറ്റേ റാറ്റ് പോയിസണും അതും ഇതൊക്കെ എടുത്തിട്ട് എലിവേഷത്തിന്റെ ഇവിടുത്തെ എലിവേഷത്തിന്റെ സ്കീമാണ് കറക്റ്റ്. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ ആൾക്കാർ കൺസ്യൂം ചെയ്യും. പക്ഷെ ഞാൻ ഗവൺമെന്റിന്റെ പെർസ്പെക്റ്റീവ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കഞ്ചാവ് കിൽസ് യുവർ ഡ്രൈവ്. സത്യം സത്യം, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പൊ നീ നിന്റെ പോപ്പുലേഷനെ അത് നീ തന്നെ ആലോചിച്ച് നോക്ക്. നീ ചെന്നൈയിലല്ലേ പഠിച്ചത് കോളേജ് ലൈഫിൽ? ഞാൻ കോളേജ് ലൈഫ് എന്തോരം പിള്ളേർ ഇത് ഉപയോഗിച്ച് അവരുടെ ഡ്രൈവ് റിസപ്റ്റേഴ്സ് അടിച്ചു, അവരുടെ മോട്ടിവേഷൻ അടിച്ചു. മോട്ടിവേഷൻ ഇല്ല, ഡിസിപ്ലിൻ ഒന്നും ഇല്ലെന്ന് വെച്ചാൽ പിന്നെ. പക്ഷെ അവർക്ക് അവരുടെ ഡ്രൈവിങ് ഇല്ലാതാവുകടാ. ദർ ലൈക്ക് all they think about is getting high because that is easy dopamine. But can you use it in a good manner? Anche nee alcohol vechi compare ചെയ്തു നോക്ക്. ഇപ്പൊ ആൽക്കഹോളും ആസ് എ ഡ്രഗ് ആയിട്ട് എനിക്ക് ഒന്ന് ഏതാടാ കൂടുതൽ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത? കഞ്ചാവല്ലേ? ഞാനും അതൊക്കെ അവിടെ ലൈക്ക് ഫോർ യുവർ ഫിസിക്കൽ ഹെൽത്തിനായിട്ട് നീ നോക്കിയ കഞ്ചാവ് ഇസ് വേ ബെറ്റർ ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ ഇത്. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കിയാൽ അത് ഓക്കെ ആണെന്ന്, അങ്ങനെ വെച്ചാൽ ഈ ഫിസിക്കൽ ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഇൻ ദ ഗവൺമെന്റ്സ് പെർസ്പെക്റ്റീവ്, വൈ വുഡ് യു അഡ്മിനിസ്റ്റർ കഞ്ചാവ് ഡ്രൈവ് കില്ലിംഗ് ഡ്രഗ് ടു എ പോപ്പുലേഷൻ? നീയാണോ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ കിങ് മൊണാർക്കായെന്ന് ചെയ്താണ്? മോസ്റ്റ് ആൾക്കാർക്ക് കഞ്ചാവ് പ്രോപ്പർലി ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. വേറൊരു കാര്യം പറയാടാ, അത് നീ പറഞ്ഞ ഭയങ്കര വാലിഡ് പോയിന്റ്. കഞ്ചാവ് ഉപയോഗിക്കുന്ന ലീഗലൈസ് ആയിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം യൂത്ത് ഫക്ടപ്പ് അല്ലെന്ന് പറയാൻ പറ്റും. കാനഡ ഐഡന്റിഫൈ ആസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അമേരിക്കയിലെ കുറച്ച് അതൊന്നും പറയുന്നില്ല. അതേപോലെ മിക്ക രാജ്യങ്ങളിലും ഒരു പെർഫെക്റ്റ് രാജ്യം ഉണ്ടോ കഞ്ചാവ് പ്രോപ്പർലി റെഗുലേറ്റ് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് കാനഡയൊക്കെ. പക്ഷേ അങ്ങനെ റെഗുലേറ്റ് ആസ് എ സെൻസ് ലീഗൽ റെഗുലേഷൻ അല്ല. ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ ഹൗ ടു യൂസ് ഇറ്റ്. ഈവൻ ഇഫ് യു എഡ്യൂക്കേറ്റ് പീപ്പിൾ ടു യൂസ് ഇറ്റ്, പീപ്പിൾ ആർ മണ്ടന്മാരാ. പീപ്പിൾ നമ്മുടെ പീപ്പിൾ ആർ റിട്ടാർഡഡ്. പിന്നെ സോ ഷുഡ് ഡ്രഗ്സ് ബി ലീഗലൈസ്ഡ്? I don't think so. No. Mushrooms. It works your productivity. Or എനിക്കറിയത്തില്ല, ഡ്രഗ്സ് ലീഗലൈസ് ചെയ്താലും മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ വിൽ ബി യൂസിങ് ഇറ്റ് ഫോർ ബാഡ്. പക്ഷെ എന്നാ പിന്നെ ആൽക്കഹോളോ സിഗരറ്റ്സോ? നീ ഒരു കോൺസ്പിറസി തിയറി ഉണ്ടോ? ചില രാജ്യങ്ങളൊക്കെ കഞ്ചാവും സെലസൈബനും അയവാസ്കയും മഷ്റൂമും ഒക്കെ ബാൻ ചെയ്തേക്കുന്ന ഗോഡ് പോയിട്ട് കണക്ട് ചെയ്തിരിക്കാൻ വേണ്ടി ഇലുമിനാറ്റി അങ്ങനത്തെ കുറച്ച് സ്കീമൊക്കെ ഉണ്ട്. ഹിപ്പികള് അതെ ഹിപ്പികൾക്ക് ലീഗലൈസ് ചെയ്യണമല്ലോ, അതിൻ്റെ. സോ ബേസിക്കലി എനിക്ക് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഞാൻ പണ്ട് ഭയങ്കര വീഡ് സപ്പോർട്ടർ, കാനബിസ് ഭയങ്കര സപ്പോർട്ടറായിരുന്നു. ഞാൻ മറ്റേ പേജൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. കോളേജിൽ പോയപ്പോൾ അതൊക്കെ പറയില്ലേ? ബിക്കോസ് I thought people could use it like alcohol. I mean, use it like alcohol എന്നല്ല, അങ്ങനെ വെച്ചാൽ അത് അബ്യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ
ആഫ്റ്റർ ഗോയിങ് ടു കോളേജ് ആൻഡ് സീയിങ് റിയൽ പീപ്പിൾ ആർ റിട്ടാർഡഡ്. സത്യം, പീപ്പിൾ ആർ റിട്ടാർഡഡ്. സോ ഞാനിപ്പോ ആ വ്യൂ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാനും അല്ലേ? എടാ കാരണം എനിക്ക് അറിയാവുന്ന പിള്ളേരുണ്ടടാ, ഭയങ്കര ഡ്രൈവും ഡ്രീംസും ഒക്കെ ആയിട്ട് കോളേജിൽ കയറി ദിവസം കഞ്ചാവ് അടിച്ച് തിരിഞ്ഞു. അതേപോലെ പിള്ളേർ മാത്രമല്ല, പ്രായമുള്ളവരുണ്ടടാ മോനെ തിരിഞ്ഞു പോയത്. ആ പ്രായമുള്ളവരുണ്ട് തിരിഞ്ഞു പോയത്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന തിരിഞ്ഞു പോയ പ്രായമുള്ളവരുണ്ട്. പോടാ എന്ത് ചെയ്യാന് എടാ. പക്ഷെ പീസായിട്ട് പോകുന്നവരും ഉണ്ടല്ലേ എടാ. അതെ, പക്ഷെ ടു മച്ച് ഓഫ് സംതിങ് ഇസ് ഓൾവേസ് ബാഡ്. നിങ്ങൾക്ക് എപ്പോഴേലും ലീഗലായാൽ മഷ്റൂം എക്സ്പീരിയൻസസും പിന്നെ DMT അങ്ങനെ വെച്ചാലോ വെളിയിൽ പോയോ എവിടെയെങ്കിലും ഫ്യൂച്ചറിൽ? എടാ മഷ്റൂം ചെയ്യണമെന്നുണ്ട് എനിക്ക്. കാരണം ഒരു മഷ്റൂം ഇട്ടിട്ട് ഈ പോയി മെഡിറ്റേറ്റ് ചെയ്യണമെന്നുണ്ട്. ശരിക്കും എനിക്ക് അയവാസ്ക ട്രൈ ചെയ്യണമെന്നുണ്ട്. എടാ നീ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴേ നിനക്ക് എപ്പോഴേലും ഒരു ഹൈ പോലെ എന്തേലും അടിച്ചിട്ടുണ്ടോ? ഒരു വട്ടം തോന്നിയിട്ടുണ്ട്. ആണോ? ഒരു വട്ടം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. എനിക്ക് ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ഐ വാസ് എംപ്റ്റി. ഞാൻ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പം മൈ അൾട്ടിമേറ്റ് ഗോൾ ഇസ് ടു സ്റ്റോപ്പ് മൈ തോട്ട്സ്. എൻ്റെ മനസ്സിൻ്റെ അടുത്ത് മിണ്ടായി ആ സ്കീമാ. ഒരു വട്ടം എനിക്കത് നടന്നിട്ടുണ്ട്. ഒരു വട്ടം എനിക്ക് നടന്നിട്ടുണ്ട്. നോ തോട്ട്സ്, സീറോ കോൺഷ്യസ്നെസ്. ഒരു വട്ടം. അമ്മ സത്യം. What did you feel? You didn't feel anything. That was like the best feeling of feeling nothing. Pitch black, no sound, no worries, no thoughts, no tension. പിന്നെ ഞാൻ അത് എന്ന് രാവിലെ എന്നെ ട്രൈ ചെയ്യും അത് കിട്ടാൻ വേണ്ടി. നീ എങ്ങനെയാ മെഡിറ്റേറ്റ് ചെയ്യുന്നത്? ലൈക്ക് ചിലവർ മറ്റേ കണ്ണിന്റെ മിഡിൽ നോക്കി മെഡിറ്റേറ്റ് ചെയ്യും, ഐ മീൻ ആലോചിച്ച് മെഡിറ്റേറ്റ് ചെയ്യും. ചിലവർ ഒരു സംഭവം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ആദ്യത്തെ 5 മിനിറ്റ് സെൽഫ് ടോക്കിംഗ് ആണ്. പറയാനുള്ള എല്ലാം പറഞ്ഞു തീർത്തു എന്നിട്ട് മിണ്ടായിരുന്നു ആ സ്കീം. കോമൺ പ്രാക്ടീസ്. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നത് ലിസൺ ടു യുവർ സെൽഫ് ഫോർ 10 minutes ആൻഡ് ദെൻ ഷട്ട് അപ്പ്. ആ സ്കീമാണ്. പക്ഷെ അത് നടക്കൂല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ടിബറ്റൻ ചൈമിങ് സൗണ്ട്സ് ഉണ്ടല്ലോ, ടിങ് ചോങ്, ആ സാധനമായിട്ട് പ്ലേ ചെയ്തു. പക്ഷെ അതൊന്നും എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇരിക്കും, മുതുക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന്. ഞാൻ പക്ഷേ ഭിത്തി ചാരി ഇരിക്കുന്നു. അത് ഞാനും അതന്നെ, മുതുക് സ്ട്രെയിറ്റ് ആയിട്ട് ഭിത്തി ചാരി തന്നെ ഇരിക്കുന്നത്. എനിക്ക് ഇരുന്നിട്ട് ഐ ഡോണ്ട് ട്രൈ ടു കൺട്രോൾ എനിത്തിങ്, ഐ ജസ്റ്റ് ഒബ്സർവ്. അങ്ങനെ വെച്ചാൽ കണ്ണടച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. അപ്പോൾ ആ സൗണ്ട് ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഐ ഡോണ്ട് ട്രൈ ടു കൺട്രോൾ ദ മൈൻഡ്, ഐ എം ജസ്റ്റ് ലെറ്റിംഗ് ഗോ കംപ്ലീറ്റ്ലി. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യും. ഒന്നും നമ്മൾ ശ്രമിക്കല്ലേ. ഐ എം നോട്ട് ട്രൈങ് എനിത്തിങ്, ജസ്റ്റ് ക്ലോസിങ് മൈ ഐസ് ആൻഡ് ഫീലിംഗ് എവരിത്തിങ്. അതൊക്കെ എന്തെങ്കിലും പാസ്റ്റ് മെമ്മറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യം മനസ്സിലുണ്ടേലോ അല്ലെങ്കിൽ സംതിങ് വിച്ച് ഇസ് മെസ്സിങ് വിത്ത് മീ, ആ തോട്ട് നമ്മൾ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിൽ നിന്ന് കളയുന്നു. അപ്പോൾ ഞാൻ ആ പ്രോസസ്സ് കഴിയുമ്പോൾ ഭയങ്കര പീസ്ഫുൾ. അത് എനിക്ക് തോന്നിയിട്ട് ഇപ്പം എല്ലാവർക്കും വിയേർഡ് തോട്ട്സ് ഉണ്ടല്ലോ, അതിനകത്ത് വി ലിസൺ ടു ദ ഷിറ്റ് ദേ വോണ്ട്. ആ ഒരു തോട്ടിനെ ഫുള്ളി നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് മോസ്റ്റ്ലി വി അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ ശരി. അല്ലാതെ നമ്മളത് ഭയങ്കര റിജക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ വീണ്ടും നമ്മളെ ഹോണ്ട് ചെയ്യുന്നൊരു ഫീൽ ഇല്ലേ. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഓക്കെ ചിൽ ഗൈ, പിന്നെ ശല്യപ്പെടുത്താനൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് പണ്ടത്തെ എന്തെങ്കിലും ഓർമ്മയോ എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ? ഇടയ്ക്ക് എനിക്കെന്തോ പണ്ടത്തെ ഞാൻ ലൈക്ക് ഇഫ് ഐ ട്രൈ ലൈക്ക് ആ ഒരു രീതിയിലാണ് മെഡിറ്റേഷൻ പോകുന്നതിൽ എനിക്ക് ചിലപ്പോൾ പണ്ടത്തെ സം അൺറിസോൾവ്ഡ് മെമ്മറി, സം ട്രോമ, ഹാപ്പി മൂമെന്റ്സ്, സാഡ് മൂമെന്റ്സ് എല്ലാം വരും. എന്നുവെച്ചാൽ സംതിങ് വിച്ച് ഐ ഫോർഗോട്ട്, അല്ലെങ്കിൽ സംതിങ് മൈ ബ്രെയിൻ ഡിഡ്ന്റ് നോ ഇറ്റ് വാസ് ദെയർ. അതൊക്കെ വല്ലതൊക്കെ തിരിച്ചു വരും. എടാ ഡ്രഗ്സും നീ ഇപ്പോൾ ഡ്രഗ്സും സ്പിരിച്വാലിറ്റിയും എല്ലാം എടുത്താലും വാട്ട്സ് ഇറ്റ് ഓൾ അബൌട്ട്? ഇറ്റ്സ് ഓൾ അബൌട്ട് റിഡ്യൂസിങ് ദ ഈഗോ അല്ലേ? അത്രയല്ലേ ഉള്ളൂ. ഡ്രഗ്സ് ഹെൽപ്പ് യു. അങ്ങനെ ഞാൻ പറയത്തില്ല, കുറെ തിരുപ്പന്മാരുണ്ട് പട്ടി ഈഗോ. എടാ ബട്ടിന്റെ അതല്ലേ അവരെല്ലാം ട്രൈ ചെയ്യുന്നത്. എന്നുവെച്ചാൽ സ്പിരിച്വാലിറ്റീൻ്റെ ഈഗോ തെറ്റാണ്, ഈഗോ സീനാണ്. എനിക്ക് റീസെന്റ് ഒരു ഈഗോന്റെ എക്സ്പീരിയൻസ് ഉണ്ടായ. എൻ്റെ അടുത്ത് ഇതുവരെ ആരും പറഞ്ഞില്ല ഞാൻ ഭയങ്കര ഈഗോട്ടിക് പേഴ്സൺ ആണെന്ന്.
പക്ഷെ ചിക്ക് ഐ എം ഗോയിങ് ഔട്ട് വിത്ത് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയണ്ട ഞാൻ ഭയങ്കരമായിട്ട് ഈഗോട്ടിക് അത് ഈഗോയിസ്റ്റിക് അത് എനിക്കതെന്തത് മനസ്സിലായിട്ടില്ല. എടാ മേ ബി ബിക്കോസ് we see ourselves as a competent, we see ourselves as the better version of us than yesterday. അതുകൊണ്ട് നമുക്കൊരു ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് നമ്മൾ സെൽഫായിട്ട് എഡിറ്റി കയറത്തില്ലേ ഓറ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. എടാ ദാറ്റ് വാസ് ദ തിങ് ഐ വാസ് അബൌട്ട് ടു ആസ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുൾ ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ സ്പിരിച്വാലിറ്റി തന്നെ ഫുൾ യു ആർ നോട്ട് ദ ബോഡി, നീ ബോഡി അല്ല, നീ മൈൻഡും അല്ല, നീ വേറെയാണ്, മനസ്സിലായി, നീ ഇത് രണ്ടും അല്ല, യു ആർ നോട്ട് ദി ഈഗോ. മനസ്സിലായി, ഈഗോനെ ഭയങ്കര വില്ലനൈസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ സൊസൈറ്റി അല്ല, ഐ മീൻ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ഒക്കെ നോക്കിയാൽ. പക്ഷേ ഇസ് ദാറ്റ് എ ഗുഡ് തിങ് ഓർ എ ബാഡ് തിങ് അക്കോർഡിംഗ് ടു യു, ഹാവിങ് ആൻ ഈഗോ? ബിക്കോസ് ഈഗോ ഇസ് ദ റൂട്ട് ഓഫ് ഓൾ അച്ചീവ്മെന്റ് അല്ലേ? എടാ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. വി ലിവ് ഇൻ എ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ആൻഡ് വി ലിവ് ഇൻ എ സ്പിരിച്വൽ വേൾഡ്. ബാലൻസിങ് ഔട്ട് ആയിരിക്കത്തില്ലേ ബെസ്റ്റ്? ലൈക്ക് of course materialistically you want to achieve something, you should have an ego. ഇല്ല, you can't, I don't think so. നിനക്ക് തോന്നുന്നുണ്ടോ ഒരു ലെവൽ ഓഫ് ഈഗോയും ഒരു ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീമും ഇല്ലാതെ ഹൈ അച്ചീവേഴ്സ് ഉണ്ടെന്ന്? I truly believe that ego is what pushed humanity forward. People want to do things. ആൾക്കാരെ പ്രോഗ്രാം ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ നീ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എടുത്താൽ ദേ വോണ്ട് ടു ഫക്ക്, ദേ വോണ്ട് ടു ലൈക്ക് മേക്ക് ചിൽഡ്രൻ, ദേ വോണ്ട് ടു സീ ദെയർ ചിൽഡ്രൻ ഇൻ എ ബെറ്റർ പ്ലേസ്, ദേ വോണ്ട് വേർ ആർ ഓൾ ദീസ് ഡിസയേഴ്സ് കമ്മിങ് ഫ്രം? ഈ ഇഷ്ടങ്ങൾ അത് ഇത് എല്ലാം എവിടെ നിന്നാണ് ഉദിക്കുന്നത്? ഫ്രം ദ ഈഗോ. ഐ വോണ്ട് ടു ഡു, ഐ വാണ്ട് ദാറ്റ്, ഐ വോണ്ട്. അതല്ലേ ഈഗോ അല്ലേ? വാട്ട് ഡു യു തിങ്ക്? പക്കാ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഡു യു തിങ്ക് ഈഗോയും സ്പിരിച്വാലിറ്റിയും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്നു? This is very rare, especially in a capitalistic society. ഇന്നത്തെ കാലത്ത് നീ ഇപ്പം ആലോചിച്ച് നോക്കും, നിനക്ക് അതാവണം, നിനക്ക് ഇതാവണം, നിനക്ക് റിച്ച് ആവണം, നിനക്ക് കോടീശ്വരനാവണം, നിനക്ക് കുറേ ഗേൾ ഫ്രണ്ട്സ് വേണം, ഇങ്ങനത്തെ തോട്ട്സ് എല്ലാം they are all rooted in ego അല്ലേ? Don't you think so? Wanting to be rich. You want to be rich now. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, You want to be rich now. Yeah, of course. I want to be fucking rich. That's ego now. എടാ പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഇങ്ങനത്തെ തോട്ട്സ് ഉള്ളപ്പോൾ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് സ്പെക്ട്രത്തിനകത്ത് വേറൊരു ടൈപ്പ് ഓഫ് തോട്ടും വരും. ഭയങ്കര ഈഗോ ഉള്ളവരൊക്കെ ഹൈ അച്ചീവേഴ്സ് ആയിരിക്കും. ബട്ട് വെൻ യു ബ്രേക്ക് ഡൗൺ ലൈഫ് ഇൻ ടു എ പീസ് ആസ്പെക്ട്, സമാധാനം എന്ന് പറഞ്ഞൊരു ആസ്പെക്ട്, ഈഗോ കുറവുള്ളവർക്ക് എപ്പോഴും സമാധാനം കൂടുതൽ. ദേ ആർ ദ വൺസ് ഹൂ സ്ലീപ്പിംഗ് വിത്ത് ദ ബിഗ്ഗസ്റ്റ് സ്മൈൽ. അതെനിക്ക് തോന്നിയിട്ടുണ്ടോ? Do you believe that peace is the value we should be striving for, or pride is the value we should be striving for? So if you consider normal society എടുക്കുമ്പോൾ എല്ലാവരും സക്സസ്ഫുൾ ആണെന്ന് റിഗാർഡ് ചെയ്യുന്ന സംഭവം ഇസ് നിൻ്റെ മെറ്റീരിയലിസ്റ്റിക്. നിനക്ക് എത്ര കാറുണ്ട്, നിൻ്റെ എത്ര പ്രോപ്പർട്ടി ഉണ്ട്, എത്ര ഗേൾസ് ഉണ്ട്, എത്ര ഓൾ ദീസ് ആർ കണക്റ്റഡ് വിത്ത് ഈഗോ ആൻഡ് ക്യാപിറ്റലിസം. അന്ന് അങ്ങനെയാണ് ഇന്നത്തെ സൊസൈറ്റീനെ പ്രോഗ്രാം ചെയ്തേക്കുന്നത്. പക്ഷേ നീ ഹാപ്പിനെസ് ആണ് നിൻ്റെ മെട്രിക് ഓഫ് സക്സസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ പീസ് ആണ് നിൻ്റെ അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ ഫോക്കസ് ആയിട്ട് വെച്ചേക്കുന്നതിൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതാണ് ഐ പ്യൂർലി നോ. നമ്മുടെ വി ആസ് എ മെൻ എസ്പെഷ്യലി വി ആർ വാല്യൂഡ് ബേസ്ഡ് ഓൺ അവർ എബിലിറ്റി ടു ഗിവ്. വി ആർ ഗിവേഴ്സ്. നമ്മളിപ്പം ഫിനാൻഷ്യലി, ഇമോഷണലി, സ്പിരിച്വലി നമുക്ക് ഗിവ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടോ? ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി, ഗിവിങ് ബാക്ക് ടു ദ ഫാമിലി, ഗിവിങ് ബാക്ക് ടു ദ വേൾഡ് ഇല്ലാത്തടത്തോളം എനിക്ക് തോന്നുന്നില്ല there is value in us. It's not about, I was talking about നീ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ഞാൻ നോക്കൊരു പില്ല് വന്നു. ദിസ് പിൽ ഇസ് അൾട്ടിമേറ്റ് അച്ചീവ്മെന്റ്, ദിസ് പിൽ ഇസ് അൾട്ടിമേറ്റ് പീസ്. വാട്ട് വുഡ് യു ചൂസ്? I don't know. Come on, I am not asking about വേറെ ആരുടെ ഒപ്പീനിയൻ. എടാ എനിക്കറിയത്തില്ല. ആസ് എ ഫ്രൈഡ് ഐ ആം യങ്, ഐ എൻജോയ് പീസ്. ചില സമയത്ത് മറ്റേ എഡിറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് എല്ലാ കളഞ്ഞും മാറ്റി പോകണം. ജെനുവിൻലി ആയിട്ടുണ്ടോ? യു ഹാവ് ടു സൈഡ്സ് അല്ലേ? അതെ, ഐ ഹാവ് ടു സൈഡ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് മെറ്റീരിയലിസ്റ്റിക് എംബിഷൻസും ഉണ്ട്. അതേപോലെ തന്നെ ഐ ആം വെൽ അവെയർ ദാറ്റ് ഇഫ് ഐ
ഹണ്ട് ആൻഡ് ചേസ് ഓൾ ദീസ് തിങ്സ് എൻ്റെ ആ ഒരു ഫ്രീഡം ആൻഡ് പീസ് ആസ്പെക്റ്റ് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. ആൻഡ് ഐ വോണ്ട് പ്രിസർവ് ദാറ്റ്. പക്ഷെ അത് രണ്ടും ഇൻ ഹാൻഡ് നടക്കത്തില്ല എന്ന് എനിക്കറിയാം. എടാ there is no light without dark. അതെ, നീ അതെ. ചൂസ് ചെയ്തേ പറ്റൂ. ഇതിന്റെ ഇടയിൽ പെട്ടു പോകുന്നത് ഭയങ്കര ബാഡാണ്. I'm just a chill guy. I'm just a chill guy, guys. എടാ സീനാണല്ലേ. അതെ. പീസ് എന്ന ആസ്പെക്ട് മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ. പക്ഷേ don't you want peace? If you are making millions of dollars, if you have the best girls, if you have the beautiful car, the best Rolex, then you have money to do everything. But at the end of the day, you are crying to bed. You are anxious about what's happening tomorrow. You are in a mischief of thoughts. എടാ നീ പക്ഷെ ലാസ്റ്റ് പോഡ്കാസ്റ്റ് നീ എന്താ പറഞ്ഞത്, ലൈക്ക് മെൻ ലവ് ദ സ്ട്രഗിൾ. ഐ ബിലീവ് ലൈഫ് എന്ന് വെച്ചാൽ തന്നെ മറ്റേ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇനി ആ മേളിൽ വെച്ചാൽ മോർ പ്രോബ്ലംസ് എന്നിട്ട് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക, ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക. ലൈക്ക് എന്നാലേ ആ ഹ്യൂമൻ സോളിന് അതാണ് ഒരു ഡോപ്പമീൻ അടുപ്പിക്കുന്നത്. എവല്യൂഷണറി ആസ്പെക്റ്റ് നോക്കിയാലും മെൻ ഹാവ് ഓൾവേസ് വെന്റ് ഫോർ സ്ട്രഗിൾ ആണ് അവർക്ക് ലൈഫ് കൊടുക്കുന്നത്. ഡോണ്ട് യു തിങ്ക് സോ? എക്സാക്ട്ലി. എടാ ഐ എൻജോയ് സ്ട്രഗിൾ. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. എനിക്കിപ്പോൾ ഒരു ഹാർഡ് ഷിറ്റൊക്കെ വന്നാൽ അത് പുൾ ഓഫ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഡോപ്പമിൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ഡോപ്പമീൻ. അത് വേറൊരു ലൈക്ക് ഇറ്റ്സ് നോട്ട് റിപ്ലേസ്ഡ് ബൈ ഡ്രഗ്സ്. അതെ. എനിക്കത് ഇപ്പോഴും ഉള്ള വൺ ഓഫ് ദി മോസ്റ്റ് ഡോപ്പമിൻ അടിച്ച് മരിച്ച് ഞാൻ മറ്റേ ഈഗോ അങ്ങ് സുപ്രീം ഈഗോയിലെത്തിയത് എൻ്റെ കോളേജ് ലൈഫിൽ. എക്സാമിൻ്റെ തലേന്ന് ഞാൻ നാട്ടിൽ നിന്ന് കോളേജിലോട്ട് പോവാ. അറ്റൻഡൻസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ എക്സാം ചെയ്ത് തിരിച്ചു വരും, ആ സ്കീം വരുന്നത്. എക്സാമിന് അതിൽ പോയി രാവിലെ അവിടെ പോയി ഞാൻ ലൈബ്രറി പോയിരുന്ന് പഠിക്കാനായിരുന്നു. എൻ്റെ വീട്ടിൽ ഇരുന്ന് പഠിത്തം നടക്കൂല, കാരണം 22 ആൾക്കാരെന്തോ ഉണ്ട്. ഞങ്ങൾ 22 ബോയ്സ് ആയിട്ടൊരു വീട് റെന്റ് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ലൈബ്രറി പോയി പഠിക്കുന്നതിന് വണ്ടിയിൽ നിന്ന് ആക്സിഡന്റ് ആയി. അപ്പോൾ എൻ്റെ കൈ എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരു ചക്ക അറിയത്തില്ല. HOD വിളിച്ച്, HOD എനിക്കൊരു സ്ക്രൈബ് വേണം, എഴുതാൻ പറ്റത്തില്ല, നാളെ യൂണിവേഴ്സിറ്റി എക്സാം. എനിക്കാണെങ്കിൽ 6 മാസം ലേറ്റ് ആവാനും എഴുതാതിരിക്കാനും പറ്റത്തില്ല. കാരണം ലിറ്ററലി എന്നെ 6 മാസം പോയാൽ എനിക്ക് പോപ്പ് എങ്ങനെയും തീർത്തിട്ട് വരണം വീട്ടിൽ. HOD പറഞ്ഞാ 2 ആഴ്ച മുന്നേ പറഞ്ഞാലും സ്ക്രൈബ് കിട്ടത്തുള്ളൂ സാർ. ഇന്ന് രാവിലെ അതെ അപ്പോയിന്റ്മെന്റ് ആക്സിഡന്റ് അത് തന്നെയാ ചോദിച്ചത്. സാർ എടാ റൂൾസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിലെ ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ അനുജിത്ത് എന്നാ പേര്. അവൻ പറഞ്ഞ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ. എനിക്കാണെ മരുന്നൊക്കെ കഴിച്ചിങ്ങനെ ഡോഫ് ആയിട്ട് കിടക്കുക. പെയിൻ കില്ലർ എക്സാമിന്റെ തലേന്ന്. എടാ എനിക്കാണ്, പക്ഷെ എനിക്കൊരു അപ്പോഴും ഒരു ഈഗോ ഉണ്ട്. ഞാനല്ലേ ഐ വിൽ പുൾ ഇറ്റ് ഓഫ്, ഡോണ്ട് വറി. അന്ന് രാത്രി ഞാൻ എണീറ്റ് അനുവിൻ്റെ അടുത്ത് പറഞ്ഞടാ നീ 2 കോഫി ഇട്ടു. കോഫി അടിച്ച് കയറ്റി എന്തൊക്കെയൊക്കെ കുത്തി കയറ്റി. എന്നിട്ട് ഞാൻ ഒരു ഇരിപ്പിരുന്ന് 5 മണി ഇരുന്ന് ഫുള്ള് പ്രൈം പഠിച്ച് രാവിലെ കൈ പട്ടി തന്നെ 2 പെയിൻ കില്ലറും കഴിച്ച് കയറി ടോപ്പ് അടിച്ചിട്ട് വന്ന്. അതൊരു സുപ്രീം ഈഗോ ബൂസ്റ്റായിരുന്നു. അത് കിടിലോട്ട് എഴുതിയ പേപ്പർ. എനിക്കത് SM കണ്ടുണ്ടായിരുന്നു. അത് പട്ടി, അത് ഈഗോ ബൂസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. എനിക്കിപ്പോഴും അതൊക്കെ ആലോചിക്കുമ്പോഴേ ഐ ലൈക്ക് ടു പുൾ എപ്പിക് ഷിറ്റ് വെൻ ഇറ്റ്സ് സ്ട്രഗിൾ. എടാ മെൻ ലൈക്ക് ടു മേക്ക് സ്റ്റോറി. നിനക്ക് തോന്നിയിട്ടില്ലേ? മെൻ ലൈക്ക് സ്റ്റോറി, മെൻ ലൈക്ക് സ്ട്രഗിൾ. പക്ഷെ അത് ഒരിക്കലും നമുക്ക് ആ ഒരു ആസ്പെക്റ്റിൽ ലൈക്ക് പീസ്ഫുൾ എന്ന ആസ്പെക്റ്റിൽ നോക്കിയാൽ നമുക്ക് ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുവാടാ. രണ്ടും ചൂസ് ചെയ്യുന്ന ചില മനുഷ്യർ they find the most alive when they are struggling. They find the most at present when they are struggle. അങ്ങനത്തെ മനുഷ്യരെ നീ കണ്ടിട്ടുണ്ടോ? എടാ എനിക്ക് പോലും അങ്ങനെയാടാ ഫീൽ അല്ലേ? കുറേ പേരില്ലേ? എനിക്ക് ടഫസ്റ്റ് പ്രഷറിൽ വരുമ്പോഴായിരിക്കും നമ്മുടെ സെൻസസ് എല്ലാം ഡൈലും ചെയ്യുന്നത് അല്ലേ? അത് ചില സമയത്തൊരു കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കാം ഹ്യൂമൻസിൻ്റെ എവല്യൂഷണറി ആസ്പെക്റ്റ് നോക്കുമ്പോൾ. ഹണ്ടിങ്ങും. അപ്പൊ നീ ഇന്ത്യൻ ഫിലോസഫി ചുമ്മാ സ്കാം ആണെന്നാണോ? എടാ ഐ നോ വൺ തിങ്, ഐ എം നോ വൺ ടു ജഡ്ജ് അബൌട്ട് ഹിന്ദുസം. പീപ്പിൾ ആർ ഫ്രീ ടു ലിവ് ഹൗ ദേ വോണ്ട് ടു ലിവ്. അതെ. എടാ നീ അശോകന്റെ ഞാൻ റിലീജിയൻ ആസ്പെക്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറയാം. ഞാൻ ഏകനാഥ് ഈശ്വരൻ്റെ ഭഗവത്ഗീത വായിച്ചു.
പുള്ളിക്കാരൻ സയൻറ്റിഫിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്ത് വെച്ചേക്കുക ഭഗവത്ഗീതേൻ്റെ കഥകളും സംഭവങ്ങളൊക്കെ. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് റിലീജിയസ് ടെക്സ്റ്റ് റീഡിങ്. ഞാനത് വായിച്ചെന്ന് പറയുമ്പം യൂട്യൂബിൽ എന്തോ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ മറ്റേ ഡോക്ടർ ജോസഫ് മഫിയുടെ ഒരു ബുക്ക് വായിച്ചിട്ട് ഇത് വായിച്ചപ്പോൾ I was fucking blown away bro. I was blown away in a sense that ഹിന്ദുയിസം ഇത്രയ്ക്ക് ഡെപ്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ആവറേജ് തോട്ട് പ്രോസസ്സിലുള്ള ആർക്ക് ഒരിക്കലും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ഭഗവത്ഗീതയിൽ എഴുതി വെച്ചേക്കുന്നത്. അല്ലെ അക്കോർഡിംഗ് ടു ഏകനാഥ് ഈശ്വരൻ പുള്ളി അത് പറഞ്ഞേക്കുന്നത് തന്നെ ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ഭയങ്കര സയൻറ്റിഫിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കിളിയോ, മനസ്സിലായോ? ഫ്രം ലിറ്ററലി വാട്ട് ഇസ് കർമ്മ, അതെങ്ങനെ റിയൽ ലൈഫിലെ പ്രാക്ടിക്കലാണ്, കാർമിക് സൈക്കിൾ എങ്ങനെ നിന്നെ ഫക്കപ്പ് ചെയ്യും, റിട്രിബ്യൂഷൻ എന്തുവാ, ഇതെല്ലാം ഭയങ്കര കോറിൽ എല്ലാ കഥയിലും ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനതായിരുന്നു എൻ്റെ ഫസ്റ്റ് റിലീജിയസ് ടെക്സ്റ്റ്. അതൊക്കെ കഴിഞ്ഞിട്ട് വായിച്ചിട്ട് എനിക്ക് വാരണാസി പോകണം, കൈലാസത്തിൽ പോകണം എന്നൊക്കെ തോന്നുന്നു തുടങ്ങി. എടാ ഈ അശോക ചെയ്തത് ശരിയായിട്ടാണോ ഈ തോന്നുന്നത്? അശോക എന്ന എംപറർ ചെയ്തത് ശരിയായിട്ട്, ലൈക്ക് നിന്റെ അക്കോർഡിങ് നിന്റെ മൊറാലിറ്റി വെച്ചത് ശരിയാണോ? പുള്ളിക്കാരൻ ഹി വാസ് എ പ്രിൻസ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഡ്യൂട്ടി ഉണ്ട്, പ്രിൻസായിട്ട് ജനിച്ചാൽ ഇത് ഭരിക്കണം. ഇതൊക്കെ ഒരു ദിവസം പോയി സാഡ്നെസ്സും ഡിസീസും ഒരു മെഡിറ്റേറ്റ് ചെയ്യണ മച്ചാനെയും കണ്ടെന്ന് വെച്ച് മച്ചാൻ തിരിഞ്ഞുപോയി, മനസ്സിലായോ? മരത്തിന്റെ മൂട്ടി പ്രാർത്ഥിച്ചു. പക്ഷെ നീ ഈഗോ എന്ന രീതിയിൽ നോക്കിയാൽ ഹി വാസ് സൺ ഓഫ് എ കിങ്. അപ്പോൾ അവന് ഹി ഹാഡ് എ ഡ്യൂട്ടി ടു ഫുൾഫിൽ. അപ്പോൾ ആ ഡ്യൂട്ടി അവൻ നെഗേറ്റ് ചെയ്തു. പക്ഷേ ഹി വാണ്ടഡ് പീസ്. വാണ്ടിങ് പീസ് ഇറ്റ് സെൽഫ് ഇസ് വാണ്ടിങ് സംതിങ്, ആൻഡ് ദിസ് ഇൻ ദാറ്റ് ഈഗോ. വാണ്ടിങ് പീസ് ഇസ് എന്നോട് പറയാ കോട്ട്. വാണ്ടിങ് സംതിങ് ഇസ് ഈഗോ. വാണ്ടിങ് പീസ് ഇസ് ഓൾസോ ഈഗോ. I want peace. Fuck, that's deep shit, bro. I don't want to fulfill my duties to my ancestors and to my mother, to my daughter, to my family. I want to go on a trip. I want to be hippie. I want to meditate. So isn't that an ego to want something? മനസ്സിലായോ? അതൊരു മനസ്സിലായി. അത് you made me think very deep. Oh shit. എൻ്റെ തോട്ട്സ് കോൺഫ്ലിക്റ്റ് ആയി. മനസ്സിലായി? അതാണ് പക്കാ മറ്റേ മനസ്സിലായി. യു വോണ്ട് പീസ് അല്ലേ? I want both. I want both. എനിക്ക് സ്ട്രഗിൾ ചെയ്ത ടൈമിൽ പട്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഇഷ്ടമാണ്. ഐ എൻജോയ് സ്ട്രഗിൾ സംടൈംസ്. പക്ഷെ എനിക്ക് അറ്റ് ടൈംസ് ഐ വോണ്ട് ടു ബി പീസ്ഫുൾ. ഐ വോണ്ട് ടു ലിവ് എ വെരി ലോ കീ ലൈഫ്. ഗാർഡനിങ് ഒക്കെ ചെയ്ത് പിള്ളേരെയൊക്കെ നോക്കി അതുകൊണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു വൈൽഡ് ഉണ്ടല്ലോ, വിൽഡർനെസ്. നമ്മുടെ കോൺകർ ദാറ്റ് ഷിറ്റ്, നമ്മുടെ കിൽ ആ ഒരു മൂഡും ഉണ്ട്. സോ ഞാൻ നിന്റെ അടുത്ത് ലാസ്റ്റ് ചോദ്യം ചോദിക്കാം. ആർ യു റിലീജിയസ്? റിലീജിയസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഐ എം ക്യൂരിയസ്. ഐ ഡോണ്ട് നോ. ഞാൻ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുക. പക്ഷെ ഐ ബിലീവ് ദർ ഇസ് സംതിങ് വിച്ച് മൂവ്സ് മൈ സോൾ. എന്തോ എന്നെ ദർ ഇസ് സംതിങ് മോർ ദാൻ മൈ ഈഗോ വിച്ച് ഇസ് പുള്ളിങ് മീ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു ക്വാണ്ടിഫൈ ഇറ്റ് ഓർ ആർട്ടിക്കുലേറ്റ് ചെയ്തൊരു വാക്കാക്കാൻ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിട്ട് പറയാൻ അറിഞ്ഞൂടാ. പക്ഷെ ഐ ഫീൽ ഇറ്റ്. അങ്ങനെ ഞാൻ പറഞ്ഞു, മനസ്സിലായി? ആർ യു റിലീജിയസ്? എടാ നിൻ്റെതുപോലെ എൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ വെച്ച് നോക്കുമ്പം ഐ ഫീൽ തിങ്സ് ദാറ്റ് ഐ കാണ്ട് എക്സ്പ്ലെയിൻ. എങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും അമ്പലത്തിലെ പ്രതിമകളെ കൊണ്ട് പ്രാർത്ഥിക്കണ പരിപാടിയൊന്നും ഇല്ല. പക്ഷേ there is something supreme way beyond our consciousness. Guys, let's end this with a thought. നിങ്ങൾക്ക് wanting peace is itself wanting something. അപ്പോൾ പീസ് ആഗ്രഹിക്കുന്നത് ഈഗോയിൻ്റെ ഒരു പാർട്ടാണോ? മലയാളത്തിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു കാര്യം വേണമെന്നുള്ള ആഗ്രഹം വരുന്നത് തന്നെ ഈഗോ. ഒരാൾക്ക് ഈഗോയും എൻവിയും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ. എൻവി അല്ല, ഈഗോ. ആ ഒരു ഇമോഷൻ ഉണ്ടായിണ്ട.
അപ്പം സമാധാനം വേണമെന്നൊരു ആഗ്രഹം വരുന്നൊരു ഈഗോ അല്ലേ? ഫുഡ് ഫോർ തോട്ട്. ബൈ ഗൈസ്. Okay, See you bye. next time.